പേടിയൊന്നുമില്ല. വീട് കഴിഞ്ഞപ്പോ മരിച്ചു പോകുന്ന നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടോടെ പിന്നെ ഞങ്ങൾക്ക് പവറായി അവരെ കൊണ്ടുവരാൻ വേണം. അവരെടുത്ത് ചോദിക്കണം. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഈ രക്ഷപ്പെടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് എല്ലാവരും പറയുന്നത് രക്ഷപ്പെടില്ല. പക്ഷെ രക്ഷപ്പെടുമ്പോൾ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. രക്ഷപ്പെടൂന്ന് പല ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടാനേ. അത് നമ്മ ഒരു 10 മിനിറ്റ് വിളിച്ച് കേട്ടില്ലെങ്കിൽ അവർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സാധനം രക്ഷപ്പെട്ടാനേ. അത് വിളിച്ച് നമ്മ ഉണർന്ന് അവൻ സുഭാഷ് എന്ന് പറഞ്ഞാ 6 ഞാൻ അവർ ക്യാരക്ടറാണ്. നമ്മയും ഫുൾ ടൈമിന് വിളിച്ച് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ ഫുൾ ടൈം. അങ്ങനെ റോട്ട് ചെയ്ത് ചെവി കയറിയിട്ടാണ് ആ പൊട്ടി. അതിലാണ് അങ്ങനെ പവർ. അപ്പൊ അതേപോലെ തന്നെ നമ്മ അവരെ തിരിച്ച് വീട്ടിൽ വരെ കൊണ്ടുവന്ന് വീട്ടുകാരൊന്നും അറിയിച്ചില്ല. ശരിക്കും ഒരു വടംവലിക്ക് അങ്ങനെയാണ്. വടംവലി ഞങ്ങൾ പണ്ട് ചെറുപ്പം ഒരു വടംവലിയാണ്, ഇപ്പോഴും വലിക്കാറുണ്ട്. ഈ റിയൽ ടൈമിൽ കുട്ടേട്ടനെ ആൾക്കാർ അവസാനം കുട്ടേട്ടൻ ആൾക്കാർ വളരെ ഒരു മനുഷ്യ വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എത്രത്തോളം വ്യക്തി എന്ന് പറഞ്ഞാൽ കുട്ടനത് എക്സ്പീരിയൻസ് കുട്ടനോട് തന്നെ ചോദിക്കണം. കുട്ടനൊന്നും പറയാനില്ല, സൂപ്പറാണ്. പിന്നെ അതല്ലെങ്കിലും ഞങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും ഇറങ്ങിയാൽ അവരാരും ഇറങ്ങുള്ളൂ പറഞ്ഞപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇറങ്ങണമല്ല. ഞങ്ങൾ അവൻ്റെ ബോഡിയെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാതെ ഞങ്ങൾ അവിടെ പോരിലാണ്. മരിച്ചെന്ന് പറഞ്ഞാൽ 13 പേര് സെയിം കുഴിയിലാണ് പോയത്. വേറെ ഇഷ്ടംമാതിരി കുഴികളുണ്ട് അവിടെ. അപ്പോൾ ഈ കുഴിയിലാണ് 13 പേരും പോയേക്കുന്നത്. വേറെ അത് ചെറിയ കുഴിയുമാണ്. അതിലാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് സാധനം. ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു കുഴിയാണ്. അതിൽ 13 പേര് കൊണ്ട് ഇതേവരെ ഒരാളെ ഒന്നും കൊടുത്തിട്ടില്ല. 14ാമത്തെ ആളാണ് ഞങ്ങൾ പൊക്കി. ചരിത്രം തന്നെയാണ്. ചരിത്രമാണ്. ഇങ്ങനെ 2006 ഫുള്ള് ന്യൂസൊക്കെ ഫുള്ള് ന്യൂസായി. പുള്ളിക്ക് തീരതക്കുള്ള അവാർഡ് കിട്ടിയതാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടേട്ടൻ തന്നെ ഇറങ്ങിയത്? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും കുട്ടേട്ടൻ തന്നെ ഇറങ്ങിയല്ല. ഒരു ഓപ്ഷൻ ആരും ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടത്തിനൊരാൾ ഇറങ്ങി. കുട്ടേട്ടൻ തന്നെ ഇറങ്ങിയെന്നല്ല, ഒരാളങ്ങോട്ട് ഇറങ്ങി. എല്ലാവരും കൂടെ ഇറങ്ങാൻ പറ്റില്ല, ഒരാളിറങ്ങി. ഒന്നും പറയാല്ല. ആദ്യം കുറച്ച് ബോറടിയൊക്കെ ഉണ്ട്. പിന്നെ ടൂർ പോണതുകൊണ്ട് പണം ഒന്നും പറയാനില്ല. ആളല്ല കരഞ്ഞു പോയി. അത് നിങ്ങൾ കണ്ടു നോക്കും സിനിമ, നമ്മളറിയാൻ പറ്റും. അടിപൊളി ക്യാമറ, ഡയറക്ടർ, കുട്ടി, പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളി. ഒന്നിനൊന്നും വെച്ചാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഓരോ കഥാപാത്രത്തിൻ്റെയും ഓരോ പേർക്കും പല പല സ്വഭാവങ്ങളാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഇവർ പല പല ഇതെടുത്തേക്കുന്നത്. ഞാൻ ഇച്ചിരി ശബ്ദം കൂടി സംസാരിക്കണതാണ് പണ്ടേ. എൻ്റെ വീട്ടിൽ തൊട്ട് ഞാൻ ശബ്ദം കൂടി സംസാരിക്കാം. കറക്റ്റ് ബാലു ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയില്ല. ചേട്ടനാണ് സിറ്റു. എല്ലാവരും ക്യാരക്ടർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇഷ്ടമാരാശം എടുത്തിട്ടാണ് സിനിമ തുടങ്ങിയത്. അത് ഒരു 5-8 മാസം ചിലപ്പോൾ ഇത് അത്രയും വരില്ലായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇത്രയും വലിയ ആക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഞാനുണ്ട് സിനിമയിൽ. ചെറിയൊരു സീനിൽ കുട്ടേട്ടനില്ല, അവിടെ ഇരിപ്പുണ്ടല്ലോ കുട്ടേട്ടാ. ഏത് കൃഷ്ണകുമാർ. അതിൽ മറ്റേ നമ്മുടെ ഇത് നമ്മുടെ ഗണപതി ജീൻലാൽ. ഇത് ചേട്ടനാണ്ടാ. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു റിയൽ ലൈഫിൽ റിയലിലേക്ക് മാറിയപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു റിയൽ ലൈഫിൽ? നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ അനുഭവിച്ചതിൻ്റെ കുറേ ഭാഗങ്ങൾ അതേപോലെ തന്നെ കിട്ടിയാണ്. അന്നേരം അവിടെ ലൈവായിട്ട് നമ്മൾ അനുഭവിച്ചതിൻ്റെ കുറേ ഭാഗങ്ങൾ അതേപോലെ തന്നെ കിട്ടി. ലാസ്റ്റ് വെള്ളം വന്ന് ലാസ്റ്റ് വഴിയിലോട്ട് കണ്ടിരിക്കാൻ
കപ്പടിച്ചോ? അതിനുശേഷം കപ്പടിച്ചോ? ഒന്നും അടിക്കുന്നില്ല, കപ്പടിക്കണ പവർ ഷോ ടീമുള്ളല്ലോ, വടംപടിക്കാൻ പോകാറ്. നിങ്ങളെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ സമയത്ത് എല്ലാവരും കാത്തിരുന്നത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് ഫീൽ? സിനിമയല്ല, ഞങ്ങളുടെ ജീവിതം തന്നെയാണ് അവിടെ കണ്ടത്. എന്താ പറയുക, ശരിക്കും ഞങ്ങൾ അവിടെ ഞങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ശരിക്കും ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ സങ്കടം അനുഭവിച്ചതിൻ്റെ ഒരു പോലും കറക്റ്റ് സംഭവം തന്നെ ഉണ്ട്. പിന്നെ അവിടെ ഉള്ള സംഭവങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം അങ്ങനെ അപ്രോച്ച് ചെയ്തവരെന്നൊക്കെ പറയുമ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഫൈനലി അത് വന്നപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര വലുതായിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്, എത്ര വളരെ ബുദ്ധിമുട്ടാണ് സിനിമ എടുക്കാൻ. നമുക്ക് കുറേ പേര് ഉണ്ടെങ്കിലും അതെടുക്കാൻ പറ്റാൻ എന്താണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിൻ്റെ ആർട്ട് വർക്കുകൾ തന്നെ കാണുന്നത്. അതിൻ്റെ ആർട്ട് വർക്ക് അച്ഛൻ ചേട്ടനൊക്കെ വർക്ക് അത് ഒരു 3 സിനിമ ഷൂട്ട് ചെയ്യേണ്ട ടൈം എടുത്തിട്ടുണ്ട് ഈ ഒറ്റ സിനിമ ഷൂട്ട് ചെയ്യാൻ. അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഇമോഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അത് 100% ഞങ്ങളെ തന്നെ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഇൻസിഡൻറ്റ് മാത്രമല്ല, ആ ഇമോഷൻസും അവർ അതിനകത്ത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓരോ ക്യാരക്ടറിന്റെ പേര് ജീവിതാംശം വരുന്നത് ഈ സിനിമ ഒരു ജനങ്ങളെല്ലാവരും കാണണമെന്നുള്ളത്, എന്താണ് അവർ സംഭവിച്ചേക്കണം എന്നുള്ളത് ജനങ്ങളെല്ലാവർക്കും കാണിക്കണമെന്നുള്ളത് ജീവിതാംശം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കറക്റ്റ് ക്യാരക്ടേഴ്സ് ആണോ അവിടെ വന്നിട്ടുള്ളത്? ഓരോ അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുള്ളത് അതായത് ഇപ്പൊ ചേട്ടന് ചെയ്തിട്ടുള്ളത് ആരാണ്, ചേട്ടന് ചെയ്തിട്ടുള്ളത് ആരാണ്? എൻ്റെ സൗമ്യന ഇത് കുട്ടനും എൻ്റെ അരുൺ കുര്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗണപതിയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ദീപക്, എൻ്റെ ഡ്രൈവർ ഗായകന്മാർ. സിനിമ കാണൂട്ടാ, പറയാനില്ല. സിനിമയിൽ നായിക ഞങ്ങളുടെ നായികമാരെ എൻജോയ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്.